ഹായ്, നല്ലൊരു എഗ് ബുർജിയാണ് ഇന്നത്തെ റെസിപ്പി. നമുക്കതിലേക്കായിട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി കട്ട് ചെയ്തത് നമുക്ക് എടുക്കാം. കൂട്ടത്തിലൊരു 2 പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർത്ത് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ ജസ്റ്റ് ഒന്ന് വഴറ്റി, പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കതിലേക്ക് ഒരു പച്ചമണം ഒന്ന് മാറിയാൽ മാത്രം മതി. എന്നതിന് ശേഷം നമുക്കതിലേക്ക് ഒരു വലിയ സവോള ചെറുതായി കൊത്തി അരിഞ്ഞ് ചേർക്കാം. ഒരു വലിയ സവോള ചെറുതായി കൊത്തിയരിഞ്ഞതാണ് ചേർക്കുന്നത്. അതും കൂടി ചേർത്ത് നന്നായി, സവോളൊന്നും നന്നായി ബ്രൗൺ കളർ ആയിട്ട് വരേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വെന്താൽ മാത്രം മതി. അപ്പോൾ സവോള എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി, ഒന്ന് വെന്ത് വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് അതിലേക്ക് കുറച്ച് കരിവേപ്പിലയും കൂടി ചേർക്കുന്നുണ്ട്. കുറച്ച് കരിവേപ്പിലയും കൂടി ചെറുതായി കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. ഈ സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത് അതും കൂടി ചേർക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട്. കാശ്മീരി ആണെങ്കിൽ ഒരു 3/4 ടീസ്പൂൺ ചേർക്കുക. ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർക്കുന്നുണ്ട്. ഇതെല്ലാം ചേർത്ത് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ച് ഇതിൻ്റെ പച്ചമണം മാറുന്നത് ഒരു 10 സെക്കൻഡ് നമുക്ക് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 4 മുട്ട നന്നായി ബീറ്റ് ചെയ്ത് കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഈ ഉള്ളിയും തക്കാളിയൊക്കെ ആയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം മുട്ടയെല്ലാം നന്നായി ചിക്കി വന്നിട്ടുണ്ട്, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാനൊരു കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കിതിനെ വാങ്ങിക്കുക. വളരെ ടേസ്റ്റ് ആയുള്ളൊരു എഗ് ബുർജിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. റെസിപ്പി കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിച്ചേക്കണം. നമുക്കിതിലേക്ക് ഇനി ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയിലയും കൂടി ചേർത്ത് നമുക്കൊന്ന് മാറ്റിക്കും. വളരെ ടേസ്റ്റി ആയുള്ളൊരു എഗ് ബുർജിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. പിന്നെ ഒരു പുതിയ വീഡിയോ വരുന്നേക്കും. എല്ലാവരും ടേക്ക് കെയർ. ബൈ ബൈ.